സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ LDFും UDFും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഭരണ തുടർച്ചയ്ക്കുള്ള ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് LDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 100 സീറ്റിലേക്ക് എത്തുന്ന തകർപ്പൻ ജയമാണ് UDFിന്റെ പ്രതീക്ഷ. ഭരണത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയില്ലെങ്കിലും കുറഞ്ഞത് 10 സീറ്റെങ്കിലും വിജയിക്കാനാകുമെന്നാണ് NDAയുടെ ആത്മവിശ്വാസം. മൂന്നാഴ്ച നീണ്ടുനിന്ന ആവേശകരമായ പ്രചരണത്തിന് ശേഷം കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ പ്രമുഖ മുന്നണികളെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. മൂന്നാമതും തുടർഭരണമെന്ന ഐതിഹാസിക നേട്ടം എത്തിപ്പിടിക്കാനാകുമെന്നതാണ് LDFിന്റെ ഉറച്ച വിശ്വാസം. പിണറായി വിജയനെ മുൻനിർത്തി നടത്തിയ പ്രചരണം വിജയിക്കാനുള്ള ഭൂരിപക്ഷം നേടിത്തരുമെന്ന് LDF വിശ്വസിക്കുന്നു. മലബാർ മേഖലയിൽ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരുമെങ്കിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും 2021 വിജയം ആവർത്തിക്കാനാകുമെന്നാണ് ഇടത് ക്യാമ്പിലെ കണക്കുകൂട്ടൽ. 10 കൊല്ലത്തെ അധികാര നഷ്ടം മറികടന്ന് 100 സീറ്റിൽ നിന്ന് മിന്നുന്ന ജയമുണ്ടാകുമെന്നാണ് UDFിന്റെ പ്രതീക്ഷ. മലബാറിൽ ആദ്യം തന്നെ പ്രകടമായ UDF അനുകൂല തരംഗം മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വീശിയടിക്കുമെന്നതാണ് 100 സീറ്റ് പ്രതീക്ഷയുടെ അടിസ്ഥാനം. ഉറപ്പായ സീറ്റുകൾ എണ്ണിയാൽ തന്നെ 77 മുതൽ 85 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് UDF ക്യാമ്പ് വിലയിരുത്തുന്നു. 2020 കൂടി ചേർത്ത് ശക്തമായ മുന്നണിയായി തിരഞ്ഞെടുപ്പിന് നേരിട്ട NDAക്ക് ഭരണം പിടിക്കാമെന്ന വ്യാമോഹമൊന്നുമില്ല. എന്നാൽ കേരള നിയമസഭയിൽ ഇക്കുറി കുറഞ്ഞത് 10 MLA മാനങ്ങളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തിരുവനന്തപുരം ജില്ലയിലെ 4 സീറ്റിൽ തുടങ്ങി വടക്കേഴത്തെ മണ്ഡലമായ മഞ്ചേശ്വരം വരെ BJP ജയിക്കുമെന്ന് കണക്കുകൂട്ടുന്നുണ്ട്. ഫലം മുന്നണികളുടെ നിലനിൽപ്പിൽ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇടത് വലത് മുന്നണികൾ അഭിമാന പോരാട്ടമായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വിജയിക്കാനുള്ള തീവ്ര യത്നത്തിലാണ് UDFും LDFും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.